ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പറമ്പിൽ എന്തൊക്കെ പഴുത്ത് കിടപ്പുണ്ട്, ഫ്രൂട്ട്സായിട്ട് എന്തൊക്കെ പഴുത്ത് കിടപ്പുണ്ട്, അതുപോലെ തന്നെ ജാതിക്ക മൂത്തോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇപ്പോൾ റംബൂട്ടാൻ പറിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനകത്ത് പ്രാവശ്യം അധികം റംബൂട്ടാനൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായി. അതാണെങ്കിൽ മുഴുവൻ വാവലും കൊത്തിത്തിന്നു. ഇത് മാങ്കോസ്റ്റിനാണ് കേട്ടോ. മാങ്കോസ്റ്റിൽ ഇപ്രാവശ്യം അത്യാവശ്യം ഉണ്ടായി. പക്ഷെ നമ്മൾ അറിഞ്ഞില്ല, താഴെ ആയത് കാരണം മുഴുവൻ താഴെ വീണ് ചീഞ്ഞു പോയി. തീരാറായപ്പോഴാണ് നമ്മളറിഞ്ഞത്. അപ്പോൾ ഉള്ളത് ഞങ്ങളത് പറിച്ചെടുത്ത്. നല്ല രുചിയാണ്, നല്ല മധുരമുണ്ട് കേട്ടോ ഇതിന്. അപ്പം ഞങ്ങളിത് പറിക്കട്ടെ. പിന്നെ പൊട്ടിക്കാം. കത്തിയൊന്നും എടുക്കാത്ത കാരണം ആപ്പാട് ഒരു മാങ്കോസ്റ്റും കിട്ടി. അത് ഞാൻ കൊണ്ട് കടിച്ചങ്ങോട്ട് പൊട്ടിച്ചു. എല്ലാവർക്കും 2 പേർക്കും കൊടുത്തു. ഒരു ദിവസം ഞാനും തിന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ നാരകം, ഒടിച്ചു കുത്തിയ നാരങ്ങയാണ്. ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞെല്ലാം ഉണ്ടായിരുന്നു. ഓണത്തിൻ്റെ സീസണൊക്കെ ആകുമ്പോൾ കടക്കാർ ഇതിനു വേണ്ടി നല്ല ഡിമാൻഡാട്ടോ ഈ നാരങ്ങയ്ക്ക്. ഇപ്പോൾ ഒരു പഴുത്ത നാരങ്ങ കിട്ടി. ഇത് നല്ല വെള്ള അച്ചാറിട്ടാൽ നല്ലതാണ്. അങ്ങനെ നോക്കുമ്പോൾ അതാ ഞങ്ങളുടെ അമ്പഴത്തേൽ കുറച്ച് അമ്പഴങ്ങ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത് പറിച്ചെടുത്താൽ ഉപ്പിലിടാലോ, ഉപ്പും കൂട്ടി തിന്നാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്. അതും പറിച്ച് ഞങ്ങളിങ്ങ് പോരുമ്പം ആഞ്ഞിലീൻ്റെ ചുവട്ടിൽ കുറേ ആഞ്ഞിലിച്ചക്ക വീണ് കിടപ്പുണ്ടേ. അതിൽ കായൊന്നുമില്ല. അപ്പോൾ ഞങ്ങളൊന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അതിനകത്ത് 2 എന്താ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. 1 2 കായൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ളതിന് നല്ല രുചിയുണ്ട് കേട്ടോ. 2 എണ്ണം ഉണ്ട്. ഇവിടെ ഒരു പൈനാപ്പിൾ ഉണ്ടേ. അത് പഴുത്തോന്ന് അതങ്ങ് പഴുത്തില്ല. അങ്ങനെ ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ പോയി ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തോ നോക്കട്ടെ. 2 3 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് ഇന്നലെ പറിച്ച്, ബാക്കി ഒന്ന് ഞങ്ങളിപ്പോൾ പറിച്ച്. ചുവപ്പാട്ടോ. നമ്മുടെ ജാതിക്കയാണേ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ പൊട്ടി കീറി മൂത്തിട്ട്, അപ്പോൾ അതൊന്ന് പറിച്ചെടുത്ത് വെയിലത്ത് ഉണങ്ങാൻ വെച്ചാലേ ഇപ്പം നല്ല വിലയുണ്ടെന്നാണ് പറഞ്ഞു. അപ്പോൾ അത് ഉണക്കി എടുക്കണം. ഉള്ളത് ഞാൻ ഇങ്ങോട്ട് പറിച്ചെടുക്കട്ടെ. താഴെയുണ്ട് ഒരു 3 4 താഴെ പറമ്പിൽ. അത് ഞാൻ നിങ്ങൾ പറിക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം എല്ലാവർക്കും വിശക്കുന്നുണ്ട്. എന്നാൽ പിന്നെ 2 മൂട് കപ്പയുണ്ട് അവിടെ. അതിൽ നിന്നൊരു 3 4 5 കിഴങ്ങ് മാന്തി എടുക്കാമെന്ന് ഓർത്ത് വന്നാൽ കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 3 4 എണ്ണം മാന്തി എടുക്കട്ടെ. മുഴുവനും പറിക്കുന്നില്ല, മുഴുവൻ പറിച്ചാൽ ചിലവാവില്ല. അപ്പോൾ ചാച്ചന് വൈകുന്നേരം 7 മണിയാകുമ്പോൾ വിശപ്പ് തുടങ്ങും. ചാച്ചന് പറമ്പിൽ കൂടെ ഒക്കെ കയറി വന്നിട്ടേ അപ്പോൾ നമ്മൾ എന്തെങ്കിലും പുഴുങ്ങി കൊടുക്കണം. അപ്പോൾ ഈ കപ്പ പറിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കേ.